ചമഞ്ഞ് പല രാജ്യങ്ങളുടെയും മെക്കിട്ട് കയറി പണവും പ്രതാപവും സ്വാധീനവും ഉണ്ടാക്കിയ അമേരിക്കയ്ക്ക് ഒത്ത പ്രതിയോഗികൾ ഉയർന്നു വന്നു കഴിഞ്ഞു. അമേരിക്ക ഉണ്ടാക്കിയ ചിന്താധാരയെയും ശാക്തിക സമവാക്യങ്ങളെയും തിരുത്തി കുറിക്കാൻ തക്ക കരുത്തരാണവർ. ആരാണ് ആ സഖ്യം എന്നല്ലേ പറയാം. ഈ സഖ്യം അമേരിക്കയുടെ അഹങ്കാരം തീർത്തു കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ലോകത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക മേഖലകളിൽ അമേരിക്കൻ ആധിപത്യം ദശാബ്ദങ്ങളായി തുടർന്നു വരുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. കല, സാഹിത്യം, ശാസ്ത്ര, സാങ്കേതിക വിദ്യ എന്നിവയിലൊക്കെ തന്നെ ലോകത്തിന്റെ നെറുകയിൽ ഇരിക്കുന്നവരാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക സ്വയം ലോക പോലീസ് ചമയുന്നതും. ശീതയുദ്ധാനന്തരം യൂണിപോളാർ വേൾഡിലേക്ക് ചുരുക്കപ്പെട്ടതോടെ പല രാജ്യങ്ങളുടെയും മേലെ കുതിര കയറാനുള്ള ലൈസൻസായി അമേരിക്ക ഈ അവസരം പ്രയോജനപ്പെടുത്തി. എന്നാൽ എല്ലാ കാലത്തും സ്വന്തം ഇഷ്ടം നടക്കില്ലല്ലോ. ഈ ആധിപത്യത്തിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർത്തുന്ന ചില രാജ്യങ്ങൾ അമേരിക്കൻ അഹന്തയെയും അതിന്റെ ആഗോള നയങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. റഷ്യ, ചൈന, ഇറാൻ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുടെ ഏകപക്ഷീയമായ നയങ്ങളോടും സാമ്രാജ്യത്വ പ്രവണതകളോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരിൽ മുൻനിരയിലാണുള്ളത്. അമേരിക്ക വിരുദ്ധ രാജ്യങ്ങൾ എന്നത് അമേരിക്കയുടെ ആഗോള നയങ്ങളോട്, സൈനിക ഇടപെടലുകളോട്, സാമ്പത്തിക ഉപരോധങ്ങളോട് അല്ലെങ്കിൽ സാംസ്കാരിക മേധാവിത്വത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന രാജ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ രാജ്യങ്ങൾ അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കും മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ ലംഘിക്കുന്ന പ്രവർത്തനങ്ങൾക്കും എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. പ്രധാനമായും റഷ്യ, ചൈന, ഇറാൻ, ഉത്തര കൊറിയ, ക്യൂബ, വെനിസ്വേല തുടങ്ങിയ രാഷ്ട്രങ്ങൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഈ രാജ്യങ്ങൾ അമേരിക്കയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ സൈനിക, സാമ്പത്തിക, നയതന്ത്ര തലങ്ങളിൽ ഒറ്റയ്ക്കും ഒന്നിച്ചും പ്രവർത്തിക്കുന്നവരാണ്. ആദ്യത്തെ രാജ്യത്തിലേക്ക് വരാം. ആദ്യത്തേത് മറ്റാരുമല്ല, റഷ്യയാണ്. റഷ്യ അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന രാഷ്ട്രമാണ്. 2014 ക്രിമിയയിലേക്കുള്ള അധിനിവേശം, 2022 ആരംഭിച്ച ഉക്രൈൻ റഷ്യ യുദ്ധം, സിറിയയിലെ സൈനിക ഇടപെടൽ എന്നിവ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യത്തിനെതിരായ റഷ്യയുടെ ശക്തമായ നിലപാടിന്റെ ഉദാഹരണങ്ങളാണ്. 2024 ഓഗസ്റ്റിൽ ഉക്രൈൻ നാറ്റോയുടെ പിന്തുണയോടെ റഷ്യയുടെ കുക്സ് മേഖലയിൽ അധിനിവേശം നടത്തുകയുണ്ടായി. എന്നാൽ 2025 ഏപ്രിലോടെ റഷ്യ ഉത്തര കൊറിയൻ സൈനികരുടെ സഹായത്തോടെ ഈ പ്രദേശം തിരിച്ചുപിടിച്ചു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയതനുസരിച്ച് ഉക്രൈൻ നാറ്റോ സൈന്യത്തിന് 76,000-ലധികം ആൾനാശമാണ് സംഭവിച്ചത്. ഈ വിജയം അമേരിക്കയുടെ പിന്തുണയുള്ള ഉക്രൈൻ പ്രവർത്തനങ്ങളെ തീർത്തും തകർത്തിട്ടുണ്ട്. അമേരിക്കൻ ഗർവിന് ഒരു കനത്ത തിരിച്ചടി നൽകുന്നതായിരുന്നു റഷ്യയുടെ പ്രത്യാക്രമണം. റഷ്യ ബ്രിക്സ് കൂട്ടായ്മ, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയവ വഴി അമേരിക്ക കേന്ദ്രീകൃതമല്ലാത്ത ഒരു ആഗോള സാമ്പത്തിക നയതന്ത്ര ക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഡോളറിന്റെ ആധിപത്യം ദുർബലപ്പെടുത്താൻ റഷ്യ, ചൈന, ഇന്ത്യ, അറബ് രാജ്യങ്ങൾ എന്നിവയുമായി ദേശീയ കറൻസികളിൽ വ്യാപാരം നടത്തുന്നു. ഇനി രണ്ടാമത്തെ രാജ്യം ചൈനയിലേക്ക് വരാം. ചൈന അമേരിക്കയുടെ സാമ്പത്തിക, സൈനിക ആധിപത്യത്തിന് ഒരു പ്രധാന വെല്ലുവിളിയാണ് ഇന്ന് സൃഷ്ടിക്കുന്നത്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്, 5G സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിലെ മുന്നേറ്റങ്ങൾ വഴി ചൈന അമേരിക്കൻ സ്വാധീനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നു. ചൈനയുടെ യുവാൻ ഡോളറിന് പകരമായി ഒരു ആഗോള വ്യാപാര കറൻസിയാകാൻ ശ്രമിക്കുകയാണ്. അമേരിക്കയുടെ ഉപരോധങ്ങൾക്ക് വിധേയമായ രാജ്യങ്ങൾക്ക് ചൈന ഒരു സാമ്പത്തിക ബദലായി മാറുന്നു. ദക്ഷിണ ചൈന കടലിൽ ചൈന അമേരിക്കയുടെ നാവിക ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നു. ഹൈപ്പർസോണിക് മിസൈലുകൾ, ആണവശേഷിയുള്ള ICBMകൾ എന്നിവ ചൈനയുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. അടുത്ത രാജ്യം മറ്റാരുമല്ല, ഇറാനാണ്. ഇറാൻ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് നയങ്ങളോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അമേരിക്കയുടെ ഉപരോധങ്ങൾ, ഇസ്രായേലിന്റെ ശത്രുത, നാറ്റോയുടെ സമ്മർദ്ദങ്ങൾ എന്നിവയ്ക്കിടയിലും ഇറാൻ തന്റെ ആണവ പദ്ധതിയും ബാലിസ്റ്റിക് മിസൈൽ പരിപാടികളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇറാന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ അമേരിക്ക നേരിടുന്നത് പ്രോക്സി യുദ്ധങ്ങളാണ്. യമനിലെ ഹൂതി വിമതർ, ലെബനിലെ ഹിസ്ബുള്ള, ഇറാഖിലെ ഷിയ മിലിഷ്യകൾ എന്നിവ വഴി ഇറാൻ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് സ്വാധീനത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. റഷ്യ, ചൈന ബന്ധം കൂടി ഇവിടെ സംസാരിക്കേണ്ടതുണ്ട്. ഇറാൻ, റഷ്യ, ചൈന എന്നിവയുമായി സഹകരിച്ച് ഒരു അമേരിക്കൻ വിരുദ്ധ ചേരി രൂപീകരിക്കാൻ ശ്രമിക്കുന്നു. റഷ്യ ഇറാനിൽ സൈനിക താവളം സ്ഥാപിക്കുമെന്നുള്ള ഭയം അമേരിക്കയെയും ഇസ്രായേലിനെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അടുത്ത രാഷ്ട്രം എല്ലാവരും ഭയക്കുന്ന ഉത്തര കൊറിയയാണ്. ഉത്തര കൊറിയ അമേരിക്കയെ ഏറ്റവും ശക്തമായി വെല്ലുവിളിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ്. അമേരിക്ക വരെ എത്താൻ ശേഷിയുള്ള ICBMകളും ആണവായുധങ്ങളുമുള്ള ഒരു രാഷ്ട്രം കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ ഉപരോധങ്ങളെ തീർത്തും അവഗണിച്ചാണ് മുന്നോട്ട് പോകുന്നത്.
കുക്സ് മേഖലയിലെ പിന്തുണയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. 2024 ഉത്തര കൊറിയൻ സൈനികർ റഷ്യയോടൊപ്പം കുക്സ് മേഖലയിൽ ഉക്രൈൻ നാറ്റോ സൈന്യത്തെ പരാജയപ്പെടുത്തുകയുണ്ടായി. ഈ വിജയം ഉത്തര കൊറിയയുടെ സൈനിക ശക്തിയും റഷ്യയുമായുള്ള ഐക്യവും വ്യക്തമാക്കുന്നതായിരുന്നു. ആണവശേഷിയിലേക്ക് വരികയാണെങ്കിൽ ഉത്തര കൊറിയയുടെ ആണവായുധങ്ങൾ അമേരിക്കയെ നേരിട്ട് ഭീഷണിപ്പെടുത്തുന്നവ തന്നെയാണ്. 2025 ജൂലൈ 12 റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഉത്തര കൊറിയൻ സൈനികരുടെ ധീരതയെ പ്രശംസിച്ച് രംഗത്ത് വരികയുണ്ടായി. ഇത് അമേരിക്കയുടെ ആഗോള പ്രതിഷ്ഠയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു. അഞ്ചാമത്തത് ക്യൂബ, വെനിസ്വല എന്നിങ്ങനെയുള്ള ലാറ്റിൻ അമേരിക്കൻ പ്രതിരോധങ്ങളാണ്. ക്യൂബയും വെനിസ്വലയും അമേരിക്കയുടെ ലാറ്റിൻ അമേരിക്കൻ ഇടപെടലുകൾക്കെതിരെ ദീർഘകാലമായി പ്രതിരോധം തീർക്കുന്നവരാണ്. അമേരിക്കയുടെ ഉപരോധങ്ങൾക്കിടയിലും ഈ രാജ്യങ്ങൾ റഷ്യ, ചൈന, ഇറാൻ എന്നിവയുമായി സഹകരിച്ച് അമേരിക്കൻ സ്വാധീനത്തെ മാക്സിമം ചെറുക്കാൻ ശ്രമിക്കുന്നു. ക്യൂബയിലേക്ക് വരികയാണെങ്കിൽ 1960കളിലെ മിസൈൽ പ്രതിസന്ധി മുതൽ ക്യൂബ അമേരിക്കയുടെ എതിരാളിയാണ്. റഷ്യയുമായുള്ള സഹകരണം ക്യൂബയെ ഒരു പ്രധാന അമേരിക്ക വിരുദ്ധ കേന്ദ്രമാക്കി മാറ്റി. വെനിസ്വലയെ കുറിച്ച് പറയുകയാണെങ്കിൽ വെനിസ്വലയുടെ എണ്ണ സമ്പത്ത് അമേരിക്കൻ ഉപരോധങ്ങൾക്ക് ഇന്നും വിധേയമാണ്. എന്നാൽ റഷ്യ, ചൈന എന്നിവയുടെ പിന്തുണയോടെ വെനിസ്വല അമേരിക്കൻ ഇടപെടലുകളെ കാര്യമായി ചെറുക്കുന്നുണ്ട്. അമേരിക്കൻ പ്രവർത്തനങ്ങളോടുള്ള വിമർശനമാണ് ഇവരുടെ മുഖമുദ്ര പോലും. അമേരിക്കയുടെ സാമ്രാജ്യത്വ വിരുദ്ധ നയങ്ങളാണ് ആദ്യമായി വിമർശിക്കപ്പെടുന്നത്. അമേരിക്ക ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ലിബിയ എന്നിവിടങ്ങളിൽ നടത്തിയ സൈനിക ഇടപെടലുകൾ ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശങ്ങളെ അസ്ഥിരപ്പെടുത്താനും ഇത് ഉപകരിച്ചു. ഈ ഇടപെടലുകൾ ജനാധിപത്യ വ്യാപനം എന്ന പേര് നൽകി സാമ്രാജ്യത്വ ലക്ഷ്യങ്ങൾ മറച്ചുവെച്ചെന്നാണ് വിമർശകർ ആരോപിക്കുന്നത്. ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക നാറ്റോ വഴി ഉക്രൈന് ആയുധങ്ങളും പിന്തുണയും നൽകി യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നുവെന്നും റഷ്യ ആരോപിക്കുന്നു. ഇറാൻ, ഉത്തര കൊറിയ, ക്യൂബ, വെനസ്വല എന്നിവയ്ക്കെതിരായ അമേരിക്കൻ ഉപരോധങ്ങൾ ഈ രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ തകർത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇറാനിലെ ഔഷധക്ഷാമം ഉപരോധങ്ങൾ മൂലം ആയിരക്കണക്കിന് മനുഷ്യരുടെ മരണത്തിന് കാരണമായി. ഈ ഉപരോധങ്ങൾ രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണെന്നാണ് വിമർശനം. ഹോളിവുഡ്, പാശ്ചാത്യ മാധ്യമങ്ങൾ, ടെക് ഭീമന്മാർ എന്നിവ വഴി അമേരിക്ക ആഗോള സംസ്കാരത്തെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. ഇത് മറ്റ് രാജ്യങ്ങളുടെ സാംസ്കാരിക സ്വത്വത്തെ അപകടപ്പെടുത്തുന്നുവെന്നാണ് ചൈന, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ആരോപിക്കുന്നത്. അമേരിക്ക ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുന്നുവെന്ന് റഷ്യയും ചൈനയും ആരോപിക്കുന്നുണ്ട്. 2015 ഇറാൻ ആണവ കരാർ റദ്ദാക്കിയത് അമേരിക്കയുടെ ഏകപക്ഷീയതയുടെ ഉദാഹരണമാണ്. അമേരിക്കയുടെ അപ്രമാദിത്വത്തെ വെല്ലുവിളിക്കാൻ ഈ രാജ്യങ്ങൾ സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചിട്ടുമുണ്ട്. റഷ്യ, ഉത്തര കൊറിയ സൈനിക കരാർ, റഷ്യ ഇറാൻ സഹകരണം, ഷാങ്ഹായ് സഹകരണ സംഘടന എന്നിവ അമേരിക്ക നാറ്റോ ആധിപത്യത്തിന്റെ എതിരായ സൈനിക ബദലുകളാണ് സൃഷ്ടിക്കുന്നത്. കുക്സ് മേഖലയിലെ റഷ്യ, ഉത്തര കൊറിയയുടെ വിജയം ഈ സഖ്യത്തിന്റെ ശക്തി വ്യക്തമാക്കുന്നതാണ്. ബ്രിക്സ്, ചൈനയുടെ BRI, റഷ്യയുടെ യുറേഷ്യൻ എക്കണോമിക് യൂണിയൻ എന്നിവ ഡോളർ കേന്ദ്രീകൃത സാമ്പത്തിക ക്രമത്തിന് പകരമായി ദേശീയ കറൻസികളിൽ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നവയാണ്. 2025 അറബ് രാജ്യങ്ങൾ ബ്രിക്സുമായി സഹകരിച്ചു തുടങ്ങിയത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് സ്വാധീനത്തിനേറ്റ വലിയ തിരിച്ചടിയാണ്. റഷ്യ, ചൈന, ഇറാൻ, ഉത്തര കൊറിയ എന്നിവ UN-ൽ അമേരിക്കൻ ഉപരോധങ്ങൾക്കെതിരെ ഒരുമിച്ച് വോട്ട് ചെയ്യുന്നവരാണ്. ഇന്ത്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ ബ്രിക്സ് വഴി ഈ ചേരിയെ പിന്തുണയ്ക്കുന്നുമുണ്ട്. റഷ്യയുടെ പൊസൈഡൺ ടോർപിഡോ, ചൈനയുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ, ഉത്തര കൊറിയയുടെ ICBM-കൾ, ഇറാന്റെ ഡ്രോൺ സാങ്കേതികവിദ്യ എന്നിവ അമേരിക്കൻ സൈനിക മേധാവിത്വത്തിന് വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. അമേരിക്ക വിരുദ്ധ രാജ്യങ്ങൾ ഒരു ബഹുമുഖ ലോകക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരാണ്. ബ്രിക്സ്, SCO, BRI എന്നിവ വഴി ഈ രാജ്യങ്ങൾ അമേരിക്കൻ കേന്ദ്രീകൃതമല്ലാത്ത ഒരു സാമ്പത്തിക നയതന്ത്ര വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുന്നു. ഇന്ത്യ ഒരു നിർണായക ശക്തിയായി ഈ മാറ്റത്തിൽ പ്രധാന പങ്ക് വഹിച്ചേക്കാം. പ്രത്യേകിച്ച് പാകിസ്ഥാനോടുള്ള അമേരിക്കൻ പിന്തുണ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഇന്ത്യയും ഇവർക്കൊപ്പം തന്നെ നിൽക്കും. അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങൾ അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങൾ, ഉപരോധങ്ങൾ, സൈനിക ഇടപെടലുകൾ, സാംസ്കാരിക മേധാവിത്വം എന്നിവയ്ക്കെതിരെ സൈനിക, സാമ്പത്തിക, നയതന്ത്ര തലങ്ങളിൽ ശക്തമായ പ്രതിരോധം തീർക്കുന്നവരാണ്. റഷ്യ, ഉത്തര കൊറിയ, ഇറാൻ, ചൈന സഖ്യം ഒരു പാൻ ആഗോള ശക്തി ചേരിയുടെ തുടക്കവുമാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ പ്രവർത്തനങ്ങൾ ലോകത്തെ അസ്ഥിരപ്പെടുത്തുന്നുവെന്ന വിമർശനം ഈ രാജ്യങ്ങൾ ശക്തമായി ഉയർത്തുന്നു. ഈ പ്രതിരോധം ഡോളറിന്റെ ആധിപത്യവും അമേരിക്കൻ കേന്ദ്രീകൃത ലോകക്രമവും തകർക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ യുഗത്തിനാണ് വഴിയൊരുക്കുന്നത്. അപ്പോൾ ഇവർ അമേരിക്കയെ തോൽപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.